Hello, welcome to Unacademy. ഹലോ. അപ്പോൾ നമ്മൾ LDC വേണ്ടിയിട്ടുള്ള സയൻസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ LDC സിലബസ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കി വരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ LDCൻ്റെ സിലബസ് മെയിനിൻ്റെ സിലബസ് എടുത്ത് നോക്കിയാൽ അതിൽ പറയുന്ന നിങ്ങളുടെ മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആൽക്കലോയിഡുകളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിലബസിലെ ഒരു ചെറിയൊരു ഭാഗമാണ് ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്താണ് ഈ ആൽക്കലോയിഡ് എന്ന് പറയുന്നത്? അപ്പോൾ ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രകൃതിയിൽ ഉണ്ടാകുന്ന നൈട്രജൻ ആറ്റം ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള രാസസംയുക്തങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ആൽക്കലോയിഡുകൾ എന്ന് പറയാം. ഓക്കെ, പ്രകൃതിയിൽ നാച്ചുറലി നമുക്ക് കിട്ടുന്ന നൈട്രജൻ അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ആൽക്കലോയിഡ് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ആൽക്കലോയിഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഔഷധ ഗുണമുണ്ട്. അതേസമയം ചില ആൽക്കലോയിഡ് എന്ന് പറയുന്നത് വിഷാംശമുള്ള ആൽക്കലോയിഡ്സ് ഉണ്ട്. അപ്പോൾ ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ആൽക്കലോയിഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ആൽക്കലോയിഡ്സ് നമുക്ക് നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വരാവുന്ന എല്ലാ ആൽക്കലോയിഡ്സും നമുക്കിപ്പോൾ പഠിക്കാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ആൽക്കലോയിഡ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ആൽക്കലി പോലുള്ളവ എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷാരഗുണമുള്ളവ അല്ലേ? ആൽക്കലി എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. അപ്പോൾ ആൽക്കലി പോലുള്ളവയാണ് എന്തെന്ന് പറയുന്നത്, ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ക്ഷാരഗുണമാണ്, ആൽക്കലോയിഡുകൾക്ക് ക്ഷാരഗുണമാണ്. ഇനി ഈ ആൽക്കലോയിഡുകൾക്ക് ക്ഷാര സ്വഭാവം നൽകുന്നത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയാൽ ഉണ്ടാകുന്ന നൈട്രജൻ ആറ്റം ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള സംയുക്തങ്ങളാണ് എന്ത്? ആൽക്കലോയിഡുകൾ. അപ്പോൾ ഈ ആൽക്കലോയിഡുകൾക്ക് ഈ ഒരു ക്ഷാര സ്വഭാവമുണ്ട്. എല്ലാ ആൽക്കലോയിഡും എടുത്തു നോക്കിയാലും പൊതുവായിട്ട് അതിനൊരു ക്ഷാര സ്വഭാവം ഉണ്ടാവും. അപ്പോൾ ആൽക്കലോയിഡുകൾക്ക് ക്ഷാര സ്വഭാവം നൽകുന്നത് ആരാണ്? നൈട്രജനാണ്. ഓക്കെ, ഇതൊരു PSC ക്വസ്റ്റ്യനാണ്, ഇത് PYQ ആണ്. ആൽക്കലോയിഡുകൾക്ക് ക്ഷാര സ്വഭാവം നൽകുന്നത് ഏതിൻ്റെ സാന്നിധ്യമാണ്? അപ്പോൾ ഏതിൻ്റെ സാന്നിധ്യമാണ്? നൈട്രജൻ. ഓക്കെ, ആൽക്കലോയിഡുകളിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മൂലകങ്ങളാണ് ഏതൊക്കെ? കാർബണും ഹൈഡ്രജനും നൈട്രജനും. ഓക്കെ, അതും കൂടെ ഓർത്തോളാം. കാർബണും ഹൈഡ്രജനും നൈട്രജനുമാണ്. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഇതാണ് ആൽക്കലോയിഡുകളിൽ കാണപ്പെടുന്ന പ്രധാന മൂലകങ്ങൾ. അപ്പോൾ ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയാൽ ഉണ്ടാകുന്ന നൈട്രജൻ ആറ്റം ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള സംയുക്തങ്ങളെയാണ് എന്തെന്ന് പറയാം, ആൽക്കലോയിഡുകൾ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആൽക്കലി പോലുള്ളവ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും? ക്ഷാര സ്വഭാവമായിരിക്കും. ഇനി ഈ ആൽക്കലോയിഡുകൾക്ക് ക്ഷാര സ്വഭാവം നൽകുന്നത് ആരാണ്? അതിലുള്ള നൈട്രജൻ്റെ സാന്നിധ്യമാണ് ആൽക്കലോയിഡുകൾക്ക് എന്ത് സ്വഭാവം നൽകുന്നത്? ക്ഷാര സ്വഭാവം നൽകുന്നത്. ഇനി ആൽക്കലോയിഡുകളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങൾ ഏതാ? നൈട്രജൻ ഉണ്ടെന്ന് നമുക്കറിയാം. കൂടാതെ എന്തൊക്കെയാണ്? കാർബണും ഹൈഡ്രജനും. ഓക്കെ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഇതാണ് ആൽക്കലോയിഡിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആദ്യമായിട്ട് ഒരു സസ്യത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത ആൽക്കലോയിഡാണ് ഏത്? മോർഫിൻ. നമ്മുടെ വേദനാസംഹാരിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോർഫിൻ. അപ്പോൾ ഏത് സസ്യത്തിൽ നിന്നാണ് മോർഫിൻ വേർതിരിച്ചെടുത്തത്? പോപ്പി അല്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ ഒപ്പിയം എന്നൊക്കെ പറയുന്ന സസ്യത്തിൽ നിന്നാണ് ഈ പോപ്പി സീഡ് അല്ലെങ്കിൽ പോപ്പി, കറുപ്പ്, ഒപ്പിയം എന്നൊക്കെ പറയുന്ന ആ ഒരു സസ്യത്തിൽ നിന്നാണ് ഏത് വേർതിരിച്ചെടുത്തത്? മോർഫിൻ. അപ്പോൾ ഓർത്തോളാം, ആദ്യമായിട്ട് സസ്യങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ആൽക്കലോയിഡാണ് ഏതെന്ന് പറയുന്നത്? മോർഫിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സസ്യത്തിൽ നിന്നാണ് മോർഫിൻ വേർതിരിച്ചെടുത്തതെന്ന് ചോദിച്ചാൽ പോപ്പി, അല്ലെങ്കിൽ എന്ത് പറയാം? കറുപ്പ്, അല്ലെങ്കിൽ ഒപ്പിയം എന്ന് പറയാം. ഓക്കെ, ഇനി ആദ്യമായിട്ട് ഒരു സസ്യത്തിൽ നിന്ന് ആൽക്കലോയിഡ് വേർതിരിച്ച് എടുത്ത ശാസ്ത്രജ്ഞൻ്റെ പേരാണെന്ത്? ഫെഡറിക് സർട്ടണർ. അപ്പോൾ നമുക്കറിയാം ആദ്യമായിട്ട് എന്താണ് പോപ്പി സീഡ് നിന്ന് അല്ലെങ്കിൽ ഒപ്പിയം സീഡ് നിന്നാണ് എന്ത് ചെയ്യുന്നത്? മോർഫിൻ വേർതിരിച്ചെടുക്കുന്നത്. അത് ചെയ്ത സയൻറ്റിസ്റ്റാണ് ആര്? ഫെഡറിക് സർട്ടണർ. അപ്പോൾ ആദ്യമായി ഒരു സസ്യത്തിൽ നിന്നും ആൽക്കലോയിഡ് വേർതിരിച്ചെടുത്ത വ്യക്തി ആരാണ്? ഫെഡറിക് സർട്ടണറാണ്. ഇനി ഒപ്പിയം ചെടിയിൽ നിന്നാണ് എന്ത് ലഭിക്കുന്നത്? നമുക്ക് മോർഫിൻ ലഭിക്കുന്നത്. അതേപോലെ തന്നെ അതേ ചെടിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആൽക്കലോയിഡിൻ്റെ പേരും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം, അതാണ് കോഡീൻ. ഓക്കെ,
ഒപ്പിയം ചെടിയിൽ നിന്ന് ഇതും എന്തിനു വേണ്ടിയിട്ടാണ്? വേദനാസംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലിയാണ്. വേദനാസംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കരിയാണ് എന്തെന്ന് പറയുന്നത്? ആൽക്കലോയിഡാണ് എന്തെന്ന് പറയുന്നത്? കോഡീൻ എന്ന് പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഒപ്പിയം ചെടിയിൽ നിന്ന് നേരിട്ട്. ശരിക്കും ഇത് ചെയ്യുന്നത് മോർഫിൻ എന്നാണ്. ഇത് വേർതിരിച്ചെടുക്കുന്നത് ഒപ്പിയം ചെടിയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മോർഫിൻ കിട്ടുന്നത്. മോർഫിനെ മെത്തിലേഷൻ ചെയ്തിട്ടാണ്. മെത്തിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോഡീൻ എന്ന് പറയുന്ന ആൽക്കലോയിഡ് കിട്ടും. ഈ കോഡീനും എന്തിനാ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? വേദനാസംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡാണ്. അപ്പോൾ നമുക്ക് PSC ക്വസ്റ്റ്യൻ ഇങ്ങനെയും പ്രതീക്ഷിക്കാം. മോർഫിനിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ആൽക്കലോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഡീനാണ്. ഓർക്കുമല്ലോ, മോർഫിനിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വേദനാസംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഡീനാണ്. ഇനി ഒപ്പിയം ചെടിയിൽ നിന്ന് മോർഫിൻ അല്ലാതെ വേർതിരിച്ചെടുക്കുന്ന ആൽക്കലോയിഡ് ചോദിച്ചാലും ഏത് തന്നെയാണ്? കോഡീനാണ്. ഓർക്കുമല്ലോ, ആദ്യമായിട്ട് ആൽക്കലോയിഡ് വേർതിരിച്ചെടുത്ത സയൻറ്റിസ്റ്റാണ് ആര്? ഫെഡറിക് സർട്ടണർ. അതേപോലെ തന്നെ മോർഫിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ആൽക്കലോയിഡ് ചോദിച്ചാൽ അത് കോഡീനാണ്. കോഡീൻ. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില ആൽക്കലോയിഡ്സ് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന, നമുക്ക് ഔഷധ ഗുണവും തരുന്നുണ്ട്, അല്ലാതെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ചില സബ്സ്റ്റൻസിലുള്ള ആൽക്കലോയിഡ്, പ്രധാനപ്പെട്ട ആൽക്കലോയിഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ നമുക്ക് അറിയാവുന്നത് തന്നെ കാപ്പിയിലും കോളയിലും അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് അല്ലേ? കാപ്പിയിലും അതേപോലെ തന്നെ കോളയിലും ഒരു ആൽക്കലോയിഡ് ഉണ്ട്. അതിൻ്റെ പേരാണെന്ത്? കഫീൻ. അത് പേരിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ? കാപ്പിയിലും കോളയിലും അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് ഇത് കഫീൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് PSC എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, പുകയിലയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ്. അപ്പോൾ പുകയിലയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡാണ് എന്ത്? നിക്കോട്ടിൻ. അപ്പോൾ ഈ നിക്കോട്ടിൻ എന്ന് പറയുന്നത് കുറച്ച് വിഷാംശമുള്ള ആൽക്കലോയിഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചില ആൽക്കലോയിഡുകൾക്ക് എന്തായിരിക്കും? ഔഷധ സ്വഭാവമുണ്ട്. ചില ആൽക്കലോയിഡ് എന്ത് സ്വഭാവം കാണിക്കും? വിഷാംശ സ്വഭാവം കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിഷാംശ വീര്യമുള്ള ഒരു ആൽക്കലോയിഡാണ് എന്തെന്ന് പറയുന്നത്? നിക്കോട്ടിൻ എന്ന് പറയുന്നത്. അതേപോലെ പുകയില കഷായത്തിൻ്റെ നമ്മൾ കീടനാശിനിയായിട്ട് എന്ത് ഉപയോഗിക്കും? പുകയില കഷായം ഉപയോഗിക്കും. അപ്പോൾ ആ പുകയില കഷായത്തിൻ്റെ കീടനാശക സ്വഭാവത്തിന് കാരണമായിട്ടുള്ള ആൽക്കലോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതും എന്ത് തന്നെയാണ്? നിക്കോട്ടിനാണ്. ഓക്കെ, അപ്പോൾ പുകയില കഷായത്തിൻ്റെ കീടനാശക സ്വഭാവത്തിന് കാരണമായിട്ടുള്ള ആൽക്കലോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് നിക്കോട്ടിനാണ്. ഇനി പാമ്പ് കടിക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആൽക്കലോയിഡ് ഉണ്ട്. അതാണ് ഏത്? റിസർപ്പിൻ. അത് പാമ്പ് ഉള്ളതിൽ തന്നെ നമുക്ക് ഓർക്കാൻ പറ്റും അല്ലേ? റിസർപ്പിൻ, സർപ്പം അല്ലേ? പാമ്പ് കടിക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് റിസർപ്പിൻ. ഇത് വേർതിരിച്ചെടുക്കുന്നത് ഏതിൽ നിന്നാണ്? സർപ്പഗന്ധിയിൽ നിന്നാണ് ഈ ഒരു ആൽക്കലോയിഡ് വേർതിരിച്ചെടുക്കുന്നത്. ഇതൊക്കെ PSC ക്വസ്റ്റ്യനാണ്, അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ പാമ്പ് കടിക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡാണ് ഏതെന്ന് പറയുന്നത്? റിസർപ്പിൻ. ആ റിസർപ്പിൻ വേർതിരിച്ചെടുക്കുന്നത് ഏത് സസ്യത്തിൽ നിന്ന് ചോദിച്ചാൽ സർപ്പഗന്ധിയിൽ നിന്നാണ് റിസർപ്പിൻ വേർതിരിച്ച് എടുക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്കറിയാവുന്നത് തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്. പേര് തന്നെയുണ്ട്, ഏതാണ്? തേയിൻ. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് ഏത്? തേയിൻ. അടുത്തത് വേപ്പിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മാർഗൂസിനാണ്. മാർഗൂസിൻ, നിംബിൻ എന്നും പറയും കേട്ടോ. നിംബിൻ അല്ലെങ്കിൽ മാർഗൂസിൻ. വേപ്പിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? മാർഗൂസിൻ. അടുത്തതാണ് ഇഞ്ചിയിൽ. പേര് തന്നെയുണ്ട്, ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് ഏത്? ജിഞ്ചറിൻ. ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് ഏത്? ജിഞ്ചറിൻ. ഇനി പച്ചമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് ഏത്? ക്യാപ്സൈസിൻ. ഏതാണ്? ക്യാപ്സൈസിൻ. ഓക്കെ, പച്ചമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ക്യാപ്സൈസിൻ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ക്യാപ്സൈസിൻ എന്ന ആൽക്കലോയിഡ് ഏതിലാണ് കാണപ്പെടുന്നത്? അപ്പോൾ പച്ചമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് ഏത്? ക്യാപ്സൈസിൻ. ഓക്കെ, ഇനി അടുത്തത് മഞ്ഞളിൽ. ഇത് PSC ക്വസ്റ്റ്യനാണ്. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് ഏത്? കുർക്കുമിൻ. ഓക്കെ, മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് ഏത്? കുർക്കുമിൻ. മഞ്ഞ കുർക്കുറേ എന്ന് ഓർത്താൽ മതി. ഓക്കെ, മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണ് ഇത് കുർക്കുമിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർക്കാലോ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കിയത്? കാപ്പിയിലും കോളയിലുമാണെങ്കിൽ കഫീനാണ്. ഇനി പുകയിലയിൽ കാണപ്പെടുന്നത് നിക്കോട്ടിനാണ്. ഇനി തിരിച്ച് പുകയില കഷായത്തിൻ്റെ കീടനാശക സ്വഭാവത്തിന് കാരണമായിട്ടുള്ള ആൽക്കലോയിഡ് ചോദിച്ചാൽ അത് നിക്കോട്ടിനാണ്. ഇനി പാമ്പ് കടിക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡിൻ്റെ പേരാണ് ഇത്? റിസർപ്പിൻ. അത് എല്ലാം പാമ്പുമായിട്ട് കണക്ട് ചെയ്യണം. റിസർപ്പിൻ ഏതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നു? സർപ്പഗന്ധിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. പിന്നെ തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് തേയിൻ. വേപ്പിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് മാർഗോസിൻ അല്ലെങ്കിൽ നിംബിൻ എന്ന് പറയും. അപ്പോൾ ഓർത്തോളാം, വേപ്പിലാണെങ്കിൽ
മാർഗോസിൻ. ഇനി ഇഞ്ചിയിൽ പേര് തന്നെയുണ്ട്, ഏതാണ് ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്നത്? ജിഞ്ചറിൻ. ഇനി പച്ചമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ചോദിച്ചാൽ അത് ക്യാപ്സൈസിൻ. ഏതാണ്? ക്യാപ്സൈസിൻ. ഓക്കെ. ഇനി മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ചോദിച്ചാൽ അത് ഏതാണ്? കുർക്കുമിൻ. കുർക്കുമിൻ. ഓക്കെ. അപ്പോൾ നമ്മൾ അക്കാദമിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച്, ഇത് LDC ഫൗണ്ടേഷൻ ബാച്ചാണ്. LDC ഫൗണ്ടേഷൻ ബാച്ച് ബിഗിനേഴ്സിന് തൊട്ടിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു ബാച്ചാണ്. അപ്പോൾ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 1200 rupees. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാർക്കും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ November 20th ഈ ഒരു ബാച്ചിലെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത അതേപോലെ തന്നെ നമുക്ക് SCRT. നമുക്കറിയാം LDCക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് SCRT. അപ്പോൾ SCRTനെ കീറി മുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ November 8 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓഫർ പ്രൈസ് പറയുന്നത് 999 അപ്പോൾ SCRT നന്നായിട്ട് കീറി മുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അടുത്തത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ LDC ബാച്ചിൽ ജോയിൻ ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അൺഅക്കാദമി പ്ലാറ്റ്ഫോം നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ അടുത്ത നമ്മൾ ആൽക്കലോയിഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ആൽക്കലോയിഡ് പറഞ്ഞു. ഇനി കുരുമുളകളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ്. കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് അത് നമുക്ക് പേര് തന്നെയുണ്ട്. കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡിൻ്റെ പേരാണെന്ത്? പെപ്പറിൻ. അല്ലേ? പെപ്പറിൻ. ഇനി അടുത്ത് പറയുന്നത് നമ്മൾ കാണുന്നത് ജമന്തി ചെടിയുണ്ട്. ജമന്തി ചെടിയിൽ ഒരു ആൽക്കലോയിഡ് ഉണ്ട്. അതിൻ്റെ പേരാണെന്ത്? പൈറത്രോയിഡ്. ഓക്കെ. ജമന്തി ചെടിയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡാണേത്? പൈറത്രോയിഡ്. ഓർക്കുമല്ലോ, ജമന്തി ചെടിയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡാണേത്? പൈറത്രോയിഡ്. ഇനി കാഞ്ഞിരമുണ്ട്. കാഞ്ഞിര ഉണ്ടല്ലോ, ആ കാഞ്ഞിരത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണേത്? സ്ട്രിക്കിൻ ആൻഡ് ബ്രൂസിൻ. ഓക്കെ. കാഞ്ഞിരത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണേത്? സ്ട്രിക്കിൻ ആൻഡ് ബ്രൂസിൻ. സ്ട്രിക്കിൻ ആൻഡ് ബ്രൂസിൻ. ഓക്കെ. അടുത്തത് നമ്മൾ ഒരു ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ആൽക്കലോയിഡ് ഉണ്ട്. അതിൻ്റെ പേരാണത് എർഗട്ടമിൻ. ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ആൽക്കലോയിഡ് ചോദിച്ചാൽ അതിൻ്റെ പേരാണത് എർഗട്ടമിൻ. എർഗട്ടമിൻ. ഇനി ശവന്നാറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? രക്താർബുദത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആൽക്കലോയിഡ് ഉണ്ട്. ഇത് PSC ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഏത്? വിൻക്വിസ്റ്റിൻ. ഏതാണ്? വിൻക്വിസ്റ്റിൻ. അപ്പോൾ ശവന്നാറയിൽ നിന്നാണ് ഏത് കിട്ടുന്നത്? വിൻക്വിസ്റ്റിൻ കിട്ടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? രക്താർബുദത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിൻക്വിസ്റ്റിൻ എന്നുള്ള ആൽക്കലോയിഡ് രക്താർബുദത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. അത് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ശവന്നാറയിൽ നിന്നാണ്. ഓക്കെ. ഇനി പറയുന്നത് മലേറിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ക്യുനൈൻ. അപ്പോൾ ക്യുനൈൻ എന്ന് പറയുന്നതും ഒരു ആൽക്കലോയിഡാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മലേറിയയുടെ ചികിത്സയ്ക്ക് ആണ് ക്യുനൈൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ മലേറിയയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ക്യുനൈൻ ആണ്. ഇനി അത് എവിടെ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? സിങ്കോണൈൻ എന്നാണ്. സിങ്കോഡ എന്ന് പറയുന്ന ചെടിയിൽ നിന്നാണ് ഏത് വേർതിരിച്ചെടുക്കുന്നത്? ക്യുനൈൻ. അപ്പോൾ മലേറിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് ചോദിച്ചാൽ ക്യുനൈൻ ആണ്. ഇനി രക്താർബുദത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വിൻക്വിസ്റ്റിൻ ആണ്. ഇനി ഒരു ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ആൽക്കലോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എർഗട്ടമീൻ ആണ്. ഏതാണ്? എർഗട്ടമീൻ. ഓർക്കുമല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞത് കാഞ്ഞിരത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്ട്രിക്നിൻ ആൻഡ് ബ്രൂസിൻ ആണ്. സ്ട്രിക്നിൻ ആൻഡ് ബ്രൂസിൻ. അതേപോലെ തന്നെ ജമന്തി ചെടിയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പൈറത്രോയിഡ് ആണ്. പൈറത്രോയിഡ്. പിന്നെ പറഞ്ഞത് കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് അത് പേര് തന്നെയുണ്ട്. ഏതാണ്? പെപ്പറിൻ ആണ്. പെപ്പറിൻ. ഓക്കെ. ഈ തക്കാളിയിലും ഒരു എന്തുണ്ട്? ആൽക്കലോയിഡ് ഉണ്ട്. അതെന്തിനെ പ്രതിരോധിക്കാൻ പറ്റും? തക്കാളിക്ക് ഫംഗസിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ആൽക്കലോയിഡ് തക്കാളിയിലുണ്ട്. പേര് തന്നെയുണ്ട്. എന്താണ് അതിൻ്റെ പേര്? ടൊമാറ്റിൻ. ഓക്കെ. തക്കാളിയിൽ കാണപ്പെടുന്ന ഫംഗസിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ആൽക്കലോയിഡാണേത്? ടൊമാറ്റിൻ. ഇനി അവസ്മാരത്തിന് നൽകുന്ന ആടലോടകത്തിൽ നിന്നും എന്ത് ചെയ്യാം? ഒരു ആൽക്കലോയിഡ് വേർതിരിച്ചെടുക്കുന്നുണ്ട്. അത് ആൽക്കലോയിഡ് എന്ന് പറയുന്നത് ഔഷധ ഗുണമുള്ള ആൽക്കലോയിഡാണ്. അതാണേത്? വാസിസൈൻ. ഇതാണ് അവസ്മാരത്തിന് നൽകുന്ന ആൽക്കലോയിഡാണ് ഏത്? വാസിസൈൻ. അത് വേർതിരിച്ചെടുക്കുന്നത് ഏതിൽ നിന്നാണ്? ആടലോടകത്തിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ആൽക്കലോയിഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാം. അപ്പോൾ ആൽക്കലോയിഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നൈട്രജൻ അടങ്ങിയിട്ടുള്ള
സംയുക്തങ്ങളെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. ഇനി ആൽക്കലോയിഡിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് ഏതൊക്കെ? കാർബണും ഹൈഡ്രജനും നൈട്രജനും. ഇനി ഈ നൈട്രജൻ്റെ സാന്നിധ്യമാണ് ആൽക്കലോയിഡുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് ഞാൻ പറഞ്ഞു. ആൽക്കലി പോലുള്ളവ ക്ഷാര സ്വഭാവം ഉള്ളത്. അപ്പോൾ ആൽക്കലികൾക്ക് ക്ഷാര സ്വഭാവം നൽകുന്നത് എന്തിൻ്റെ പ്രസൻസ് ആണ്? നൈട്രജൻ്റെ പ്രസൻസ് ആണ്. PYQ ആണ്. അപ്പോൾ ആൽക്കലോയിഡുകൾക്ക് ക്ഷാര സ്വഭാവം നൽകുന്നത് ആരാണ്? നൈട്രജനാണ്. ഇനി അടുത്തത് ആദ്യമായിട്ട് ഒരു സസ്യത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത ആൽക്കലോയിഡ് ആയിരുന്നു ഏതെന്ന് പറയുന്നത്? മോർഫിൻ. ഏത് സസ്യത്തിൽ നിന്നായിരുന്നു വേർതിരിച്ചെടുത്തത്? പോപ്പി ചെടിയിൽ നിന്നാണ് വേർതിരിച്ചെടുത്തത്. ഇനി ആദ്യമായിട്ട് ഒരു സസ്യത്തിൽ നിന്ന് ആൽക്കലോയിഡ് വേർതിരിച്ചെടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ഫെഡറിക് സെർട്ടണറാണ്. അതേപോലെ തന്നെ നമുക്കറിയാം മോർഫിനെ വേർതിരിച്ചെടുത്ത ഒപ്പിയം ചെടിയിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുക്കുന്ന വേദനാ സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കോഡീനാണ്. ഇതാണ് കോഡീൻ. അല്ലെങ്കിൽ മോർഫിനിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന വേദനാ സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് ചോദിച്ചാലും എന്താണ്? അത് കോഡീനാണ്. ഓക്കെ. ഇനി കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? കഫീനാണ്. ഇനി പുകയിലയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ചോദിച്ചാൽ നിക്കോട്ടിനാണ്. ഇനി പുകയില കഷായത്തിൻ്റെ കീടനാശക സ്വഭാവത്തിന് കാരണമായിട്ടുള്ള ആൽക്കലോയിഡ് ചോദിച്ചാലും അതും നിക്കോട്ടിനാണ്. ഇനി പാമ്പ് കടിക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡ് ചോദിച്ചാൽ അത് റിസർപ്പിനാണ്. റിസർപ്പിൻ ഏതിൽ നിന്നാണ് വേർതിരിക്കുന്നത്? സർപ്പഗന്ധി എന്ന് പറയുന്ന ചെടിയിൽ നിന്നാണ്. ഇനി തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? തേയിനാണ്. വേപ്പിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? മാർഗോസിനാണ്. അല്ലെങ്കിൽ അതിനെന്തെന്ന് പറയും? നിംബിൻ എന്നും പറയും. ഓക്കെ. വേപ്പിൽ നീമ്പ് അങ്ങനെ ഓർത്താൽ മതി. നിംബിൻ, മാർഗോസിൻ. ഇനി ഇഞ്ചിയിൽ പേര് തന്നെയുണ്ട് ഏതാണ്? ജിഞ്ചറിനാണ്. പച്ചമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? ക്യാപ്സൈസിനാണ്. ഇനി മഞ്ഞളിലാണെങ്കിൽ കുർക്കുമിൻ. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡാണേത്? കുർക്കുമിൻ. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് അത് പേര് തന്നെയുണ്ട് ഏതാണ്? പെപ്പറിനാണ്. ഈ ജമന്തി ചെടിയിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡാണ് ഇത്? പൈറത്രോയിഡ്. ഓക്കെ. ഇനി കാഞ്ഞിരത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ആകാൻ ചോദിച്ചാൽ അത് സ്ട്രിക്നിൻ ആൻഡ് ബ്രൂസിൻ. ഇനി ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ആൽക്കലോയിഡാണ് എന്തെന്ന് പറയുന്നത്? എർഗട്ടാമിൻ. ഇനി ശവന്നാറി രക്താർബുദത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡാണ് ഏത്? വിൻക്വിസ്റ്റിൻ എന്ന് പറയുന്നത്. അത് ഏതിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? ശവന്നാറി പൂവിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി മലേറിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ആൽക്കലോയിഡാണ് എന്തെന്ന് പറയുന്നത്? ക്യുനൈൻ എന്ന് പറയുന്നത്. ക്യുനൈൻ വേർതിരിച്ചെടുക്കുന്നത് സിങ്കോണയിൽ നിന്നാണ്. ഇനി തക്കാളിയിൽ കാണപ്പെടുന്ന ഫംഗസിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ആൽക്കലോയിഡാണ് പേര് തന്നെയുണ്ട് ടൊമാറ്റിൻ. അവസ്മാരത്തിന് നൽകുന്ന ആൽക്കലോയിഡാണ് വാസിസൈൻ. ഏതിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്? ആടലോടകത്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് LDC ബേസ് ചെയ്തുകൊണ്ടുള്ള ഫ്രീ ക്ലാസ്സസ് 8 മണിക്ക് അക്കാദമിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ LDC ഇതേപോലെ സിലബസ് വൈസ് ഓരോ ടോപ്പിക്കും എടുത്ത് അതിനെ കീറി മുറിച്ച് MCQ ആയിട്ട് ചെയ്യുന്ന ഒരു ക്ലാസ് 8 മണിക്ക് അക്കാദമിയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ക്ലാസ്സാണ്. താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ LDC സിലബസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് 11 മണിക്ക് എന്നും രാവിലെ 11 മണിക്ക് നമുക്ക് മാത്സിൻ്റെയും അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും PYQ സെക്ഷൻസും ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അതും കാണാവുന്നതാണ്. നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ അക്കാദമിയിൽ സുനൈന ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനിയും വേറെ സെക്ഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.